അസ്സലാമലൈക്കും വറഹ്മത്തുള്ളാഹി. ഈ വീഡിയോ കാണുന്ന നല്ലവരായ എല്ലാ സഹോദരന്മാരും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് അടിക്കുക, ഷെയർ ചെയ്യുക. പടച്ചറബ് അവരുടെ എന്ത് ഹലാലായ ഉദ്ദേശങ്ങളുണ്ടെങ്കിലും അത് വളരെ വേഗം അത് നിറവേറ്റി തരട്ടെ. എന്ത് ബുദ്ധിമുട്ടും പ്രയാസങ്ങളൊക്കെ ഉണ്ടെങ്കിൽ പടച്ചറബ് വളരെ പെട്ടെന്ന് മാറ്റി തരട്ടെ. അസുഖങ്ങൾ കൊണ്ട് ബുദ്ധിമുട്ടുന്ന പല ആളുകളുണ്ട്. പല ആളുകളും പല അസുഖങ്ങൾ കൊണ്ട് ബുദ്ധിമുട്ടുന്നുണ്ട്. പടച്ചറബ് അവരുടെ എല്ലാവരുടെയും അസുഖങ്ങൾ വളരെ പെട്ടെന്ന് ശിഫയാക്കി തരട്ടെ. എല്ലാവർക്കും പടച്ചറബ് ആഫിയത്തുള്ള ദീർഘായുസ് നൽകട്ടെ. അവസാനം മരിക്കുമ്പോൾ കാമിലായ ഈമാനോട് കൂടെ മരിക്കാൻ പടച്ചറബ് എല്ലാവർക്കും തൗഫീക്ക് നൽകട്ടെ. ആമീൻ ആമീൻ റഹ്മത്തുക യാ അർഹമർ റഹീമീൻ. അസ്സലാമു അലൈക്കും. ചെറുപ്പക്കാർക്ക് വേണ്ടി, ഖുർആൻ അറിയാത്തവർക്ക് വേണ്ടി, ഖുർആൻ മനസ്സിലാക്കുന്നവർക്ക് വേണ്ടി അള്ളാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ ഒരു കഥ പറയാൻ. എന്താണ് കഥ? ലോകം അടക്കി ഭരിച്ച ചക്രവർത്തി ബഹുമാനപ്പെട്ട നബിയുല്ലാഹി സുലൈമാൻ അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ കൊട്ടാരത്തിൽ നടന്ന ഒരു കഥ. അള്ളാഹു എന്തിനാ കഥ പറയാ? സാധാരണ സീരിയലുകാരൻ കഥ പറയണ മാതിരിയല്ല. എന്തിനാണ് അള്ളാഹു കഥ പറയുന്നത്? അള്ളാഹുവിന്റെ ഖുർആൻ കഥ പറഞ്ഞാൽ ആ കഥയിൽ ചിന്തിക്കുന്നവർക്ക് ഗുണപാഠമുണ്ട്. അള്ളാഹു നമ്മളെ ചിന്തിക്കുന്നവരാക്കട്ടെ. ആമീൻ പറ. ഖുർആൻ കേട്ടാൽ ചിന്തിക്കണം. നമുക്ക് ചിന്തിക്കാൻ പറ്റുന്നില്ല. എന്തുകൊണ്ട്? അതിന്റെ കാരണം ഞാൻ അവസാനം പറയാം. ഈ കഥ കേട്ടിട്ട് നിങ്ങൾ ചിന്തിക്കുക. ബഹുമാനപ്പെട്ട നബിയുല്ലാഹി സുലൈമാൻ അലൈഹിസ്സലാത്തു വസ്സലാമിന് ഒരു മരംകുത്തി ഉണ്ടായിരുന്നു. ഹുദ്ഹുദ് എന്നാണ് അതിന്റെ പേര്. ഹുദ്ഹുദ്. ലോകം അടക്കി ഭരിച്ച പ്രവാചകനാണ് നബിയുല്ലാഹി സുലൈമാൻ അലൈഹിസ്സലാത്തു വസ്സലാം. ലോക ചക്രവർത്തിയാണ്. കാറ്റാണ് വാഹനം. കാറ്റിന്റെ വേഗതയിൽ എവിടെയും എത്തും. സുലൈമാൻ നബിക്ക് ഇന്ത്യയുമായി ബന്ധമുണ്ടായിരുന്നു. ഇന്ത്യയുമായി വ്യാപാര ബന്ധത്തിൽ ഏർപ്പെട്ട പ്രവാചകനാണ് ബഹുമാനപ്പെട്ട നബിയുല്ലാഹി സുലൈമാൻ അലൈഹിസ്സലാത്തു വസ്സലാം. സുലൈമാൻ നബിക്ക് രണ്ട് തുറമുഖമുണ്ടായിരുന്നു. ഒന്ന് വാഫാർ, അതാണ് കോഴിക്കോട് ബേപ്പൂർ. വാഫാർ ബേപ്പൂരാണത്. ചരിത്രത്തിൽ കാണാം. ഇതൊന്നും ആര് കേട്ടിട്ട് ട്രോളാനൊന്നും നിൽക്കണ്ട. ചരിത്രം പോയി പഠിച്ചാൽ മതി. വിവരമില്ലാത്തവന്മാർക്കാണ് പിന്നെ എന്ത് കേട്ടാലും അതിനകത്ത് പിന്നെ ട്രോളണോ എന്ന് തോന്നണത്. ചരിത്രം പഠിക്കും. വാഫാർ ഒന്ന് ബേപ്പൂരൻ. മഹാനായ നബിയുല്ലാഹി സുലൈമാൻ അലൈഹിസ്സലാത്തു വസ്സലാം വ്യാപാര ബന്ധത്തിൽ ഏർപ്പെട്ടിട്ടുണ്ട്. അത്രയും വലിയ പ്രവാചകനാണ് മഹാനായ നബിയുല്ലാഹി സുലൈമാൻ നബി അലൈഹിസ്സലാത്തു വസ്സലാം. സുലൈമാൻ നബിക്ക് ഒരു വളർത്തുപക്ഷി ഉണ്ടായിരുന്നു, ഹുദ്ഹുദ്. എല്ലാ ദിവസവും രാവിലെ ഹുദ്ഹുദ് കൊട്ടാരത്തിൽ നിന്ന് പോകും. നാട് മുഴുവനെ കറങ്ങി നടന്ന് വൈകുന്നേരമാകുമ്പോ കാണുന്ന വിശേഷങ്ങൾ മുഴുവനും സുലൈമാൻ നബിയോട് പറഞ്ഞു കൊടുക്കുന്ന സുലൈമാൻ നബിയുടെ ഒരു CIA ആയിരുന്നു. പൊതുസമയത്ത് സാധാരണ ആ സമയത്ത് മരംകൊത്തി തിരിച്ചു വരേണ്ടതാണ്. കണ്ടില്ല, താമസിച്ചു. വാർത്ത അറിയാനുള്ള ഒരു ജിജ്ഞാസ ഉണ്ടാവൂലോ നമുക്ക്. നബി ഇങ്ങനെ കാത്തു നിൽക്കുക. കുറെ നേരമായിട്ട് കാണുന്നില്ല. അപ്പോ മഹാനായ സുലൈമാൻ നബി പറഞ്ഞു അത്രേ, ഖുർആൻ ഇത് പറയാ. സൂറത്തുൻ നംൽ. വതഫക്കദ തൈറ ഫഖാല മാ ലി ലാ അറൽ ഹുദ്ഹുദ് അം കാന മിനൽ ഗായിബീൻ. ഇതൊന്നും മുഹമ്മദ് കബീർ സ്വന്തമാക്കി വളർത്തുന്നതല്ല. അള്ളാന്റെ ഖുർആനാണ്. നമ്മൾ ഓതി അറിയാതെ കടന്നുപോയ ഭാഗങ്ങളാണിത്. വായാന സമയം വൈകിയായിട്ട് ഹുദ്ഹുദിനെ കാണാതിരുന്നപ്പോ സുലൈമാൻ നബി ചോദിച്ചു പത്ര ഹുദ്ഹുദ് ഇവിടെ പോയി? പതിവ് സമയമായിട്ടും ഹുദ്ഹുദ് ഇന്ന് കൊട്ടാരത്തിലേക്ക് വരുന്നില്ലല്ലോ. ലൗഅദിബന്നഹു അദാബൻ ശദീദാ ഔ ലഅദ്ബഹന്നഹു ഔ ലയതിയനി ബിസുൽത്താനി മുബീൻ. താമസിച്ചു വരുന്നതിന് പകരമായി ഒന്നുകിൽ ഞാൻ ഇന്ന് ഹുദ്ഹുദിനെ അടിച്ച് ശരിയാക്കും, അല്ലെങ്കിൽ ഇന്ന് ഞാൻ അതിന്റെ കഴുത്തറുത്ത് മാറ്റിക്കളയും. എന്തേ സമയമായിട്ടും ഹുദ്ഹുദ് വരുന്നില്ല. ഇങ്ങനെ സുലൈമാൻ നബി ദേശം പിടിച്ചിട്ട് ഹുദ്ഹുദ് വരാത്ത അരിശത്തിൽ നടക്കുമ്പോഴാണ് അള്ളാന്റെ ഖുർആൻ പറയുന്നത് കേൾക്കുക. തെല്ലും താമസിച്ചില്ല. മലയാള ഭാഷയിൽ അങ്ങനെയാണ്, തെല്ലും താമസിച്ചില്ല. ബഹുമാനപ്പെട്ട സുലൈമാൻ നബി അലൈഹിസ്സലാത്തു വസ്സലാം
ചെല്ലുന്ന മാന്തിച്ചില്ല, ഓടി വന്ന് പറന്നു വന്ന് ഹുദുഹുദ് തന്നെ മുമ്പിൽ നിന്നപ്പോ ഹുദുഹുദിനെ അടിക്കാൻ കയ്യോങ്ങിയ സുലൈമാൻ നബിയോട് ആ ഹുദുഹുദ് പറഞ്ഞു വന്ന സുലൈമാൻ നബിയെ, എന്നെ നിങ്ങളെ ശിക്ഷിക്കാതിരുന്നാൽ നിങ്ങളെ അത്ഭുതപ്പെടുത്തുന്നൊരു വാർത്തയുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. എന്നെ അടിക്കാതിരുന്നാൽ, എന്നെ ഉപദ്രവിക്കാതിരുന്നാൽ ആ വാർത്ത നിങ്ങളോട് ഞാൻ പറയാം സുലൈമാൻ നബിയെ. ഖുർആനാണിത് പറയുന്നത്. നരകത്തെ കുറിച്ച് പറഞ്ഞു പേടിപ്പിച്ച, സ്വർഗത്തെ കുറിച്ച് പറഞ്ഞാശിപ്പിച്ച, മരണത്തിന്റെ ഭയാനകകളെ വിവരിച്ചു തന്ന, എപ്പോഴും കരയണേ ചിരിക്കല്ലേ എന്ന് നമ്മളോട് അടിക്കടി പറഞ്ഞ നിങ്ങൾ നന്നായിട്ട് കരയണേ 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 എന്ന് കണ്ണുനീരിന്റെ പ്രാധാന്യം പറഞ്ഞ അതേ ഖുർആനാണ് നമ്മളോട് സംഭവം പറയുന്നത്. സുലൈമാൻ നബിയെ, ഞാൻ നിങ്ങൾക്കൊരു ചൂടുവാർത്ത പറഞ്ഞു തരാം. ഹുദുഹുദ് പറഞ്ഞ എന്നെ അടിക്കാതിരുന്നാൽ, എന്നെ കൊല്ലാതിരുന്നാൽ ഒരു ചൂടുവാർത്ത എന്റെ കയ്യിലുണ്ട്, അത് നിങ്ങൾക്ക് ഞാൻ പറഞ്ഞുതരാം. സുലൈമാൻ നബി വെട്ടിൽ വീണു. അടിച്ചാ പിന്നെ ഇത് പറയില്ല, അടിച്ചാ പിന്നെ അത് പറയൂല. അപ്പോ സുലൈമാൻ നബി പറഞ്ഞു, ശരി, എന്നാ നിന്നെ ഞാൻ അടിക്കുന്നില്ല. എന്താ നിനക്കെന്ന് പറയാനുള്ളത്? എന്താ പറയാനുള്ളത്? ആ സമയത്ത് ബഹുമാനപ്പെട്ട സുലൈമാൻ നബിയോട് ഹുദുഹുദ് പറഞ്ഞൊരു സംഭവം ഖുർആൻ ഉദ്ധരിക്കുകയാ. ഹുദുഹുദ് പറഞ്ഞു പത്ര സുലൈമാൻ നബിയെ, രാവിലെ പശ്ചിമചക്രവാളത്തിന്റെ കൊട്ടാരത്തിൽ നിന്ന് പറന്നുയർന്ന് ലോകം മുഴുവൻ ഞാൻ പറന്ന് നടക്കവേ ഞാൻ പറന്ന് സഭ എന്ന് പറയുന്ന രാജ്യത്തെത്തി. ഫലഭൂയിഷ്ടമായ നാട്, സസ്യശ്യാമളമായ നാട്, ഹരിതാപമായ നാട്. ആ നാട്ടിൽ ഞാൻ പറന്നപ്പോഴേ ഞാൻ അറിഞ്ഞ അത്ഭുതമേടെന്നറിയോ? ആ നാട് ഭരിക്കുന്ന നാടെന്നറിയോ? ആ ഫലഭൂയിഷ്ടമായ സഭ ഭരിക്കുന്നത് അവിടെ ഒരു പെണ്ണാണ് സുലൈമാൻ നബിയെ. നിങ്ങൾ അറിയാതെ ലോക ചക്രവർത്തി എന്ന് പറഞ്ഞ് നിങ്ങൾ നടന്നു. നിങ്ങൾ അറിയാത്തൊരു സ്ഥലമുണ്ട്, സഭ എന്ന സ്ഥലമാ. അവിടെ ആ നാട് ഭരിക്കുന്നതാണല്ലോ ഒരു പെണ്ണാണ്. എന്ന് മാത്രമല്ല, ആ പെണ്ണിനോ ആ പെണ്ണിരിക്കുന്നത് രത്നഖചിതമായ മരതഗ്രന്ഥങ്ങൾ പതിച്ച സുന്ദരമായ ഒരു സിംഹാസനം അവൾ കൊണ്ട് സുലൈമാൻ നബിയെ. ആ സിംഹാസനത്തിലാണ് ആ പെണ്ണിനിന്നിട്ട് നാട് ഭരിക്കുന്നത്. ഈ കഥ നന്നായിട്ട് കേട്ടിട്ട് അവസാനം ഞാൻ ടെസ്റ്റ് പറയും. അവിടെ വരെ നോക്കിയിരിക്കണം. ഇപ്പൊ എല്ലാരും കഥ കേൾക്കാൻ ഉഷാറായി. ആറ്റും ആഹ്റവും പറഞ്ഞ ആർക്കും വലിയ ഗുണമില്ല. ശാസ്ത്രം പറഞ്ഞ ആർക്കും വേണ്ട. കഥ കേൾക്കാൻ എന്താ ജിജ്ഞാസ? സുലൈമാൻ നബി അവിടെ ഭരിക്കുന്നത് ഒരു പെണ്ണാണ്. ആ പെണ്ണിനാണെങ്കിലോ സുന്ദരമായ രാജസിംഹാസനമുണ്ട്, മരതഗ്രന്ഥങ്ങൾ പതിച്ചൊരു സിംഹാസനം. സുലൈമാൻ നബിയെ, സുലൈമാൻ നബി അത്ഭുതപ്പെട്ടു പോയി. ഞാൻ ലോകമടക്കി ഭരിക്കുമ്പോ ഞാൻ അറിയാത്തൊരു നാട്ടിൽ ഒരു പെണ്ണ് ഭരിക്കുകയോ? എന്ന് മാത്രമല്ല, ബഹുമാനപ്പെട്ട ഹുദുഹുദ് സുലൈമാൻ നബിയോട് പറഞ്ഞു, സുലൈമാൻ നബിയെ, അവളും അവളുടെ നാട്ടുകാരും അല്ലാഹുവിന് സുജൂദ് ചെയ്യില്ല. അവര് സൂര്യനെ ആരാധിക്കുന്നവരാണ്. അവര് സൂര്യനെയാണ് സുജൂദ് ചെയ്യുന്നത്. സുലൈമാൻ നബിയെ, നിങ്ങളറിയാത്ത ഒരു നാട്ടിൽ സുന്ദരമായ ഒരു സിംഹാസനത്തിൽ ചാരിയുന്ന ഒരു പെണ്ണ് ഭരിക്കുന്നുണ്ട്. ആ പെണ്ണ് നാട്ടുകാര് സൂര്യനെയാണ് ആരാധിക്കുന്നത്, അല്ലാഹുവിനെ അല്ല. സുലൈമാൻ നബി അത്ഭുതപ്പെട്ടുപോയി. സബ ഭരിച്ച രാജ്ഞി, സബ ഭരിച്ച രാജ്ഞി, രാജ്ഞിയുടെ പേരെന്താ? സബ ഭരിച്ച രാജ്ഞിയുടെ പേരെന്താ? നിങ്ങൾ എന്ത് മനുഷ്യന്മാരടാപ്പാ! നിങ്ങൾ ഇതുവരെ കേട്ടിട്ടില്ല ഒന്നും? ഈ കഥ കേട്ടിട്ടില്ലേ? പക്ഷെ നിങ്ങൾ സഭ ഭരിക്കുന്ന രാജ്ഞിയുടെ പേരേതാ? ആ, അങ്ങനെ പറ. പഴയ മാർക്കോസിന്റെ ഒരു മാപ്പിളപ്പാട്ടുണ്ട്, ഓർമ്മ വരുന്നില്ലേ എനിക്ക്? സുലൈമാൻ നബി അലൈഹിസ്സലാത്തു വസ്സലാം, കഥ മുഴുവൻ പറയാൻ സമയമില്ല. സുലൈമാൻ നബി അലൈഹിസ്സലാത്തു വസ്സലാം അവിടെ നിന്നൊരു കത്തെഴുതിയിട്ട് ഹുദുഹുദിന്റെ കയ്യിൽ കൊടുത്തു. മഹാനായ സുലൈമാൻ നബി കത്തെഴുതുകയാണ്, ഇന്നഹു മിൻ സുലൈമാന വ ഇന്നഹു ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം.
പരമകാരുണികനും പരമദയാലുമായ അള്ളാഹുവിന്റെ നാമത്തിൽ പ്രവാചകനായ സുലൈമാൻ നബി ബൽക്കീസിന് നിന്ന് കത്താണിത്. അല്ലാ തഅലു അലയ്യ വഅതൂനി മുസ്ലിമീൻ. ബൽക്കീസേ സൂര്യനെ ഉപേക്ഷിച്ചിട്ട്